ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തു. പലരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി അന്വേഷണ സംഘം. സ്ഫോടനത്തിന് പിന്നാലെ പലരുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പെട്ടെന്ന് നിർജ്ജീവമാക്കിയതായി കണ്ടെത്തി. ധൗജ്, സൂരജ് കുണ്ട് പ്രദേശങ്ങളിൽ വ്യാപക പരിശോധനയുമായി ഫരീദാബാദ് പോലീസ് ഇന്നും രംഗത്തുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിലെ NIA അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇതുവരെ ചോദ്യം ചെയ്ത പലരുടെയും മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുള്ളതായി കണ്ടെത്തി. സ്ഫോടനത്തിന് പിന്നാലെ സംശയനിഴലിലുള്ളവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പെട്ടെന്ന് നിർജ്ജീവമാക്കി. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഫോൺ കോൾ രേഖകൾ, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള സംഭാഷണം ഉൾപ്പെടെ പരിശോധിച്ചു വരുന്നതായാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. 2 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകളുള്ള നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി മരവിപ്പിച്ചിട്ടുണ്ട്. അൽഫലാഖ് സർവകലാശാല മറയാക്കി പ്രവർത്തിച്ചിരുന്ന ഭീകരവാദ ശൃംഖലയിലെ കണ്ണികളെ കണ്ടെത്തുക എന്ന ദൗത്യവും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇന്ന് പുലർച്ചെ ദൗജ്, പല്ല, സരായ് ഖോജ, സൂരജ് കുണ്ട് പ്രദേശങ്ങളിൽ ഫരീദാബാദ് പോലീസ് വ്യാപക പരിശോധന നടത്തി. വാടക വീടുകൾ, വാഹന ഡീലർമാർ, സിം കാർഡ് വിൽപ്പനക്കാർ, ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ചെങ്കോട്ട സ്ഫോടനത്തെ ജമ്മു കശ്മീർ മെഡിക്കൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ശക്തമായി അപലപിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.